അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, ഞങ്ങൾക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കും. പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ വരുന്നത് ദേഷ്യമാണ്. ആൾക്കാരിങ്ങനെ സന്താനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. മുന്നിലേക്ക് ഭഗവാൻ ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ്. ദാനഭാഗ്യം ഉണ്ടാകാനായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യം പറയുകയാണ്. കർമ്മം ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ചിലപ്പോൾ അവരൊന്ന് പേടിപ്പിക്കും. ഇന്ന ദിവസമാണ് മരിച്ചിരിക്കുന്നത്, ഒരു ഹോമം വേണം, അത് വേണം, ഇതിനുള്ള പരിഹാരം ഉണ്ടാവണം. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് കുഞ്ഞുണ്ടായ ദിവസം വെച്ചിട്ട് നമുക്ക് ദോഷമുണ്ടോ, അല്ലെ അന്നത്തെ നാൾ വെച്ച് നമുക്ക് ദോഷമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് പലരും വന്നിട്ട് എന്നോട് കൂടുതലും മുത്തശ്ശിമാരാണ് വന്ന് ചോദിക്കുന്നത്, അപ്പോൾ ഇന്ന ദിവസമാണ് കുഞ്ഞ് ജനിച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് ആ ദിവസം ജനിച്ചതിൽ ഞങ്ങൾക്ക് ദോഷം കാര്യങ്ങളുണ്ടോ എന്ന് പലരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും പേര്, നക്ഷത്രം ഒക്കെ എഴുതുക. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ചെറിയ രീതിയിൽ അതും കൂടി ഒന്ന് എഴുതുക. എന്താണ് നേടേണ്ടത്? അപ്പോൾ ചിലർക്ക് പരീക്ഷയാകാം, ചിലർക്ക് ഉദ്യോഗമാകാം. അപ്പോൾ അതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കാനായിട്ട് എഴുതും. അപ്പോൾ അത് എഴുതിക്കൊള്ളുക. അപ്പോൾ ശനിയാഴ്ചകളിൽ ഞാൻ ക്ഷേത്രത്തിൽ അതിനുള്ള ജലധാര കാര്യങ്ങൾ, ഭാഗ്യസൂക്തം എന്നിവ നടത്തും. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, കാര്യങ്ങൾ, ഇനി മുന്നോട്ടുള്ള അവസ്ഥ, ഈ ഇപ്പോഴുള്ള നിങ്ങളുടെ നാൾ കൊണ്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സമയമൊക്കെ അറിയുന്നതിന് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് മാത്രമേ ഉള്ളൂ, കോൾ ചെയ്താൽ ലഭിക്കില്ല. വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയും. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാൻ പോയത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, പല പ്രാവശ്യം എന്നോട് കുറേ മുത്തശ്ശിമാർ, കുറേ വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുകയുണ്ടായി. അതായത് നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ച് വീട്ടിൽ മകൻ്റെ ആണല്ലേ മകളുടെ ആണ്, അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, ഞങ്ങൾക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കും. പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ വരുന്നത് ദേഷ്യമാണ്. എനിക്ക് ദേഷ്യവും ചെറിയ രീതിയിൽ സങ്കടവും വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ അച്ഛനും അമ്മയും വളരെയധികം അതായത് പ്രാർത്ഥിച്ചൊക്കെയാണ് ഇവർക്ക് കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ആ സമയത്ത് ഈ മുത്തശ്ശിമാർ വന്ന് ഇതുപോലെ ചോദിച്ച്, അപ്പോൾ അവർക്കൊരു സങ്കടമായില്ല അവർ കേട്ടിട്ടുണ്ടെങ്കിൽ. അതായത് കുറേ അമ്മമാരുണ്ട്, അതായത് കുറേ ചേച്ചിമാർ ഈ പറഞ്ഞ അവരൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് അവർക്ക് സന്താന സൗഭാഗ്യം ഇല്ല. ഇപ്പോൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. അതായത് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, തിരുമേനി ഇങ്ങനെ സന്താന സൗഭാഗ്യം ഇല്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് നമ്മളോട് ചോദിക്കാൻ നേരത്ത് നമുക്കൊരു വിഷമം തോന്നും. കാരണം കുറേ ആൾക്കാരിങ്ങനെ സന്താനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഭഗവാൻ ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഭഗവാൻ തന്നെയായിട്ടാണ് കുഞ്ഞ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ഇന്ന ദിവസം ജനിച്ചതിൽ ദോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് നമുക്ക് ഒരു ദേഷ്യവും കാര്യങ്ങളും വന്നത്. അപ്പം ഞാനത് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഭഗവാന്റെ തന്നെയാണ്. കാരണം എന്താ,
ഭഗവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നാണ് ജനിക്കേണ്ടത്. എല്ലാം കുട്ടിയുടെ എല്ലാം ശരിക്കും 3 വയസ്സ് വരെ ഒരു കുഞ്ഞ് ഭഗവാൻ തന്നെയാണ് അല്ലേ? രാത്രിയിലൊക്കെ ചിലപ്പോൾ കരയും. അത് ഭഗവാന്റെ വലത്ത് പോക്ക് അല്ലെ ഭഗവതിയുടെ വലത്ത് പോക്കൊക്കെ വരാൻ നേരത്ത് കൊച്ചിനെ വന്ന് കളിപ്പിച്ചിട്ട് പോകുന്നതാണ്. നമുക്ക് കാണാൻ പറ്റില്ല, ഈ കൊച്ചിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പല രൂപത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നൊരു കഥ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാനൊരു തോട്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ, ഒറ്റപ്പന ഭദ്രകാളി ക്ഷേത്രത്തിൽ കുറച്ച് നാൾ പൂജയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു അമ്മ വരും. ആ അമ്മയുടെ മകൾക്ക് ഏകദേശം ഒരു 6 കൊല്ലക്കാലമായിട്ട് സന്താന സൗഭാഗ്യം കാര്യങ്ങളില്ല. മകൾ പുറത്താണ്, ഹസ്ബൻഡും. അപ്പോൾ അങ്ങനെ വന്നു. ഏകദേശം 6 കൊല്ലക്കാലമായിട്ട് കുട്ടികളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനുള്ളൊരു പരിഹാരം കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു, 1-2. അപ്പോൾ അവരുടെ നാൾ വെച്ച് നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ അയച്ചു അവരെ, സന്താനഗോപാല ക്ഷേത്രം. അതപ്പം ദൂരെയുള്ളവർക്കത് പാടായിരിക്കും. അപ്പം അതിനുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ കാര്യം പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന പോലെ ചേച്ചി ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമായി. ഇപ്പോൾ ആ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ 2 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ കൊറോണ ടൈമിൽ ഈ പറഞ്ഞ ദേവലോകം എന്ന് പറഞ്ഞൊരു മഹാദേവ ക്ഷേത്രത്തിൽ, ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയുള്ള ദേവലോകം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. ആ സമയത്ത് ഇതുപോലൊരു അമ്മ വന്ന് പറഞ്ഞു, മകൾക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷമായി കുട്ടികളില്ല. ആ ടൈമിൽ നമ്മളവർക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് ഓരോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടുകൾ, കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ റെഡിയായി, ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 മക്കൾ അവർക്കുണ്ട്. അതിലൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ, 1-2 പേര് ഇത് നേരത്തെ കണ്ട് എന്നോട് ചോദിച്ചു. അവർക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ഷേത്രത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തന്നെ ഇത് ചെയ്യാൻ നേരത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരു ഊർജ്ജസ്വലതയൊക്കെ തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഭഗവാനായിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ജന്മമെടുത്ത് വരുന്നതാണല്ലേ. ഭഗവാൻ തന്നെയാണത്. 3 വയസ്സ് വരെ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ജനിച്ച ദിവസം ഇങ്ങനെ ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലർ പറയും ചില ദോഷമുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ചെറിയ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യുക. അവർ അങ്ങനെ ഉണ്ടെങ്കിൽ, അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശനിയാഴ്ചകളിലൊരു മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി അങ്ങോട്ട് ചെയ്തോളുക, മാറിക്കോളും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സന്താനഭാഗ്യം ഉണ്ടാകാനായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 1-2 കാര്യം പറയുകയാണ്. ഇപ്പോൾ വളരെ കാലമായിട്ട് വിവാഹം കഴിഞ്ഞു, സന്താനഭാഗ്യം ഇല്ല എന്നൊക്കെ ഉള്ളവരൊക്കെ കാണുന്നുണ്ടാവും ചിലപ്പം ഈ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 കൊല്ലക്കാലം, അങ്ങനെ തന്നെ പറയാം, 2 പേരുടെയും പക്കപ്പിറന്നാൾ തോറും കൃഷ്ണനല്ലേ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സന്താനഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ, അതായത് ആ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ഒരു പാൽപ്പായസവും കൂടി നേദിക്കാം. അതായത് ഒരു പാൽപ്പായസത്തോടു കൂടി സന്താനഗോപാല മന്ത്ര പുഷ്പാഞ്ജലി 2 പേരുടെയും പക്കപ്പിറന്നാൾ തോറും ഏകദേശം 1 കൊല്ലക്കാലം നടത്തുക. വ്യാഴാഴ്ചകളിലല്ല, ഈ പറഞ്ഞ പക്കപ്പിറന്നാൾ. അല്ലാതെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഇവരുടെ പേരിൽ തൃക്കൈവെണ്ണ ഭാഗ്യസൂക്തം കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവർ ഏതെങ്കിലുമൊക്കെ ഒരു 4 പ്രദോഷത്തിനെങ്കിലും പോയി തൊഴുത് ഒരു ജലധാര, ഒരു കൂവളത്ത് മാല ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇവരൊന്ന് കൂളാവാനും കൂടിയിട്ടാണ്.
അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോവുക. ബാക്കി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയാനും പലർക്കും ചിലപ്പോൾ എല്ലാവർക്കും സന്താന ഗോപാലം ആയിരിക്കത്തില്ല, ചില വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരാൻ നേരത്ത് തന്നെ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നോക്കേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സന്താന ഭാഗ്യം വേണ്ടവരൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അതിനുള്ള വഴിപാടുകൾ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചിലർ മരണത്തിൻ്റെ കാര്യവും ചോദിക്കുന്നവരുണ്ട്. സന്താനത്തിൻ്റെ ജനിച്ച കാര്യങ്ങൾ മാത്രമല്ല, ചിലർ മരിച്ച ഇന്ന നാളിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടുകാർക്കൊക്കെ ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാനൊരടുത്ത വീഡിയോയിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കുറച്ച് ഗ്രാഹ്യമായിട്ടൊക്കെ സംസാരിക്കാനുണ്ട്. ഇന്ന നാളിൽ ഇന്ന സമയത്തൊക്കെ മരിച്ച ആൾക്കാരെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ പറയണം. ചിലർ ആവശ്യമില്ലാതെ ഇവരുടെ പേരിൽ ഇപ്പം ഇന്ന സമയത്തായിരിക്കും മരിച്ചത്, ഇന്ന സംഭവമൊക്കെ ഉണ്ടാവും. എന്നാൽ ചിലർ ഇങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ വലുതായിട്ട് ദോഷം കാണില്ല. പക്ഷേ ഇവരുടെ ആൾക്കാർ പറയണത് എന്തായിരിക്കും, വലിയ ഹോമം നടത്തേണ്ടി വരും, ഭയങ്കര പരിപാടിയും, കുറേ ലക്ഷങ്ങൾ ചിലവാകും. ഒരു സാധാരണക്കാരനായിരിക്കും, ഒരു പാവപ്പെട്ടൊരു സാധാരണക്കാരനായിരിക്കും ഇന്ന ദിവസം മരിച്ചേക്കണത്. പുള്ളി മരിച്ചു, അവരുടെ കുടുംബത്തിന് പോയി. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പേടി. അതായത് ഇങ്ങനെ ഇന്ന ദിവസം അപ്പോൾ നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, കർമ്മം ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ചിലപ്പോൾ അവരൊന്ന് പേടിപ്പിക്കും, ഇന്ന ദിവസമാണ് മരിച്ചിരിക്കുന്നത്, ഒരു ഹോമം വേണം, അത് വേണം, ഇതിനുള്ള പരിഹാരം ഉണ്ടാവണം. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ഇവിടെ ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥൻ അല്ലെ വീട്ടുകാരനായിരിക്കും മരിച്ചേക്കണത്. പുള്ളി മരിച്ചിട്ട് പെട്ടെന്ന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ മുടക്കണമെന്ന് പറയുമ്പോഴേ, അല്ലെ ഒരു ഏറ്റവും കുറേ 50,000 മുടക്കേണ്ടി വരും എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് അവരുടെ വീട്ടുകാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. അപ്പം അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയ വഴിപാടിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോക്കിയിട്ട് ചില ദുർമരണങ്ങൾ അങ്ങനെയുണ്ട്, അതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളിലായിട്ട് ചെയ്യേണ്ടി വരും. അത് പിന്നത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ രണ്ടാമത്തെ പാർട്ടായിട്ട് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പറ്റുന്ന ആൾക്കാരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ ഈ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാര്യമൊക്കെ അറിയുന്നതിന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ പേരും അവരുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും പേരും നക്ഷത്രവും എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. ചിലർക്ക് വിദ്യാസംബന്ധമായും ജോലി സംബന്ധമായിട്ടൊക്കെ കാര്യം ഉണ്ടാവും, വിവാഹ സംബന്ധമായിട്ട് വരെയുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ അത് ലഭിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനും അതും കൂടി പറ്റുവാണെങ്കിൽ എഴുതുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എഴുതിയില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ നേരത്തെ അറിയാൻ പറ്റും ഏകദേശം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഒരു കുഞ്ഞ് ജനിക്കാൻ നേരത്ത് നമുക്ക് ദോഷമുണ്ടോയെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ദോഷവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചില ആൾക്കാർ പറയൂലേ, ഇത് ഭഗവാൻ നമുക്ക്, അപ്പോൾ ഒരു 3-4 പിള്ളേരുണ്ടാവും അവർക്ക്, ഇത് ഭഗവാൻ നമുക്ക് തരുന്നതല്ല അനുഗ്രഹമായിട്ട്, നമ്മൾ 2 കൈ നീട്ടി മേടിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും, ചിലർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ കുറച്ച് താമസവും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ വഴിപാടിലൂടെ, ചെറിയ ചെറിയ വഴിപാടിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ മാറ്റി നമുക്ക് കുടുംബത്തിലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷവും സന്താന ഭാഗ്യമൊക്കെ നേടിയെടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയണം, വഴിപാടുകൾ കാര്യങ്ങൾ അറിയണം, ഇതിനെക്കുറിച്ച് നോക്കണം എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം വേറൊന്നുമില്ല, മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, തിരുമേനി ഞങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു, അടുത്ത വീഡിയോ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി കുറേ പേര് കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറയും.
നമ്മൾ നാളുകൊണ്ടുള്ള, അതായത് നമ്മുടെ രാശി മാറ്റത്തിന് മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ രാശി മാറ്റം അനുസരിച്ച് മാത്രമേ നമ്മളൊരു നാളുകൊണ്ടുള്ള വീഡിയോ, ഇപ്പോൾ ശനിയുടെ രാശി, വ്യാഴത്തിൻ്റെ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ട് ഇടുള്ളൂ. പിന്നെ ഈ ചിലർ ജൂൺ മാസം, മിഥുന മാസം, ഇടവ മാസം അങ്ങനെ പറഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഇടാറില്ല. കാരണം കോമൺ ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് എന്താണോ ഒരു ഫലപ്രദമായിട്ടുള്ളത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ ആഴ്ച 3 നക്ഷത്രക്കാരനെ ഞാൻ പറഞ്ഞില്ല എന്നല്ല, അത് അത്യാവശ്യമായതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം എല്ലാവർക്കും നമ്മൾക്ക് വേണ്ടി ഒരു സമയം നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതായിരിക്കണം. ഈ വീഡിയോ ആണെങ്കിൽ കൂടി ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു സമയം, ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് വളരെ വിലപ്പെട്ടൊരു സമയമാണ്. ആ സമയം നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. ശരിയല്ലേ? നമ്മളാണേലും, ഇപ്പം ഞാനാണേലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും പരിപാടി എനിക്ക് ബെനിഫിറ്റായിട്ട് എന്തെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ കാണുള്ളൂ. നമുക്ക് പ്രയോജനമില്ലാതെ വെറുതെ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കാണുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായ കാര്യങ്ങൾ അത് കാണാൻ നേരത്ത് നമുക്കൊരു സംതൃപ്തി തോന്നണം അല്ലേ? കുറച്ചൊക്കെ നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്ക് വരാനും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവണം. കുറേ പേര് നമ്മളോട് പറയും, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. കുറേ വേദനയോടുകൂടിയൊക്കെയാണ് കുറേ പേര് എന്നോട് വിളിക്കുന്നത്. ഞാനപ്പോൾ സംസാരിച്ചവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയാൻ നേരത്ത് അവർക്കൊരു മാനസികമായിട്ടൊരു സന്തോഷമുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, തിരുമേനി വളരെയധികം സന്തോഷം, തിരുമേനിയുടെ സംസാരിക്കാൻ നേരത്ത് തന്നെ വളരെയധികം ഒരു പോസിറ്റീവ് എനർജി, സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ അവരുടെ കാര്യങ്ങൾ പറയുന്നു. ഭഗവാൻ, ഞാൻ എൻ്റെ രാശി വെച്ച് നോക്കാനാണ്, അല്ലാതെ ആണേലും ഭഗവാൻ എന്നോട് പറയുന്ന, അതിൻ്റെ അകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ അവരോട് പറയുന്നു. അപ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പോൾ വേറൊന്നുമില്ല, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ മറ്റുമാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ജീവേഷ്.